എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ മാധ്യം കാണാൻ പഠിച്ചു അല്ലെ. അതായത് കുറെ സംഖ്യകൾ തന്നാല് അത് കൂട്ടിയിട്ട് നമ്മൾ എണ്ണം കൊണ്ട് ഹരിച്ച് നമുക്ക് മാധ്യം കിട്ടും. അത് ചിട്ടപ്പെടുത്താത്ത രീതിയിലാണ്. ഇനി നമ്മള് അടുത്ത സെക്ഷൻ ഗ്രൂപ്പുകളാക്കാത്ത ഡാറ്റയുടെ മാധ്യം. എന്താണ് ഗ്രൂപ്പുകളാക്കാത്ത ഡാറ്റ? ഈ ഗ്രൂപ്പുകളാക്കിയത് വേറെ വരുന്നുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റിൽ നമുക്ക് കുറെ മാർക്കുകൾ കോമട്ട് വരും. 5, 6, 9, 13, 28, 40 ഇതിന്റെ മാധ്യമമാണ്. കൂട്ടിയിട്ട് എണ്ണം കൂടെ വെച്ചാൽ മതി. തുക ബൈ എണ്ണം അല്ലെ. എക്സ് ബാർ സമം തുക ബൈ എണ്ണം സിഗ്മ എക്സ് ഐ ബൈ എൻ ആയിരിക്കും. എക്സ് ബാർ സമം സിഗ്മ എക്സ് ഐ ബൈ എൻ അല്ലെ. ഒക്കെ കൂട്ടിയിട്ട് എണ്ണം കൂടെ വെച്ചു അല്ലെ. അവിടെ സംഖ്യകൾ കോമ ഇട്ട് തരുന്നു അല്ലെ. ഇവിടെ ഗ്രൂപ്പുകളാക്കാത്ത ഡാറ്റയുടെ മാധ്യമം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും. കുറച്ച് കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് അത് തന്നെ എങ്ങനെയാണ്? 2 മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം വേണ്ട. ഇത് മാർക്ക് ചെയ്ത കുട്ടികളുണ്ട്. 2 മാർക്ക് കിട്ടിയ 4 കുട്ടികളുണ്ട്. 5 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? 5. 8 മാർക്ക് കിട്ടിയ 3 പേരുണ്ട്. 10 കിട്ടിയ 5 ആളുകൾ. 12 കിട്ടിയ 2 കുട്ടികളുണ്ട്. 15 മാർക്ക് കിട്ടിയ 1 കുട്ടിയുണ്ട്. ഇങ്ങനെ വന്നാൽ എങ്ങനെയാണ് മാധ്യം കാണുക എന്നാണ്. ഈ 2 മാർക്ക് കിട്ടിയ 4 കുട്ടികളുണ്ടെങ്കിൽ അത് മാത്രം ആലോചിച്ചു. 2 മാർക്ക് കിട്ടിയവരാരൊക്കെ? എത്ര ആളുണ്ട്? 4 ആളുണ്ട്. ആ 4 ആളുടെ മാർക്കും 2 മാർക്ക് വീതമാണ്. അപ്പൊ ആ 4 വിദ്യാർത്ഥികൾ ആലോചിക്കുക. 2 മാർക്ക് അവന്, 2 മാർക്ക് അവന്, അവർക്കൊക്കെ 2 മാർക്ക്. അപ്പൊ എത്ര മാർക്കായി? അവിടെ തന്നെ കൂട്ടിയൊക്കെ 8 ആയിരിക്കും അല്ലെ. 2 മാർക്ക് കിട്ടിയ 4 ആളുണ്ടെങ്കിൽ അവരുടെ മാർക്ക് മാത്രം കൂട്ടിയ 8 ആയിരിക്കും. 5 മാർക്ക് കിട്ടിയവർ എത്ര ഉണ്ട്? 5 ആണ്. 5 മാർക്ക് കിട്ടിയവർ എണീറ്റ് നിൽക്കാന്ന് പറഞ്ഞാൽ എത്ര എണീറ്റ്? 5. ആ 5 അവിടെ മാർക്ക് ഫിക്സ്ഡ് അല്ലേ. 5 5 5 5 അല്ലെ. ആ മാർക്ക് തന്നെ കൂട്ടിയാൽ എത്രയും 5 5 5 5 25 എന്ന് പറഞ്ഞാൽ ഇത് കുറിച്ചാൽ അല്ലെ. അപ്പൊ ഇവിടെ മൊത്തം അപ്പോ ആ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ മാർക്കിന്റെ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ശരാശരി നമ്മൾ മാധ്യം കിട്ടും. ഇവിടെ 4 കുട്ടികൾ, പിന്നെ 5 കുട്ടികൾ, 3 കുട്ടികൾ എന്ന് പറഞ്ഞാൽ മൊത്തം. ഇത് മൊത്തം കൂട്ടിയാൽ നമുക്ക് കിട്ടും ആ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം, അല്ലെങ്കിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം എത്ര ആളുകൾ. ശരിയല്ലേ? അപ്പൊ നമുക്കിത് കൂട്ടിയാൽ നമുക്ക് തുക എണ്ണമോ. തുക എന്ന് പറഞ്ഞാൽ അവരുടെ മാർക്ക് 2 മാർക്കിട്ട് 4 ആളുണ്ട്. അപ്പൊ അതിന്റെ 8 മാർക്ക്. 10 മാർക്കിട്ട് 5 ആളുണ്ട്. അപ്പൊ അവരെ മാർക്കിന്റെ 10 × 5 50 ആയിരുന്നു. അപ്പൊ ഇത് ഗുണിക്കൽ അതിന്റെ ഉള്ളിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഈ മാർക്കിനെ നമ്മൾ എക്സ് അല്ലെങ്കിൽ എക്സ് ഐ കൊണ്ട് സൂചിപ്പിക്കും. എക്സ് ഐ വിദ്യാർത്ഥികളുടെ എണ്ണം ഫ്രീക്വൻസി, ആവൃത്തി അറിയില്ല, ആവൃത്തി, അതാണ് എഫ് ഐ. ഓക്കെ, ഇത് എക്സ് ഐ, ഇത് എഫ് ഐ. സാധാരണ ഇങ്ങനെയാണ് നമ്മള് ഇതുകളുടെ മാധ്യം കാണാം. എന്നാൽ ഇത്തരം ക്വസ്റ്റ്യനിൽ മാധ്യം കാണാൻ സൂത്രാർത്ഥം മാധ്യം എക്സ് ബാർ സമം സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ സിഗ്മ എഫ് ഐ. സിഗ്മ എന്ന് പറഞ്ഞാൽ കൂട്ടാൻ ഉപയോഗിക്കണം. സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞാൽ എഫ് ഐകളുടെ തുക. എഫ് ഐകൾ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾ മൊത്തം കൂട്ടുക എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ മൊത്തം എണ്ണമാണ്. എണ്ണം തന്നെയാണ്. ഈ 2 മാർക്കിട്ട് 4 ആളുണ്ട്. 2 4 ഗുണിക്കുമ്പോൾ 8 ആണ് അവരുടെ മാത്രം മാർക്ക്. 12 മാർക്കിട്ട് 2 ആളുണ്ട് പറഞ്ഞാൽ അവരുടെ മാർക്ക് മാത്രം കൂട്ടിയാൽ 12 × 2 അല്ലേ 24 ആണ്. അപ്പൊ മൊത്തം മാർക്കിന്റെ തുക ആണെങ്കിൽ ഇത് ഗുണിക്കുക, ഇത് ഗുണിച്ച് കൂട്ടുക. ഇത് എക്സ് ഐ ആണ്, ഇത് എഫ് ഐ ആണ്. എക്സ് ഐ എഫ് ഐ ഗുണിച്ചാൽ എക്സ് ഐ എഫ് ഐ അല്ലെങ്കിൽ എഫ് ഐ എക്സ് ഐ. അതിന് സിഗ്മ കൊടുത്താൽ എന്തായി? അതിന്റെ തുക. അപ്പൊ ഇത് ശരിക്കും തുക ബൈ എണ്ണം തന്നെയാണ്. ഇത്തരം കേസിൽ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. അപ്പൊ നമ്മൾ ചെയ്യണം ഇങ്ങനെ എന്നാൽ ഇതിന് എക്സ് ഐ ആയി എടുക്കുന്നു, ഇത് നമ്മൾ എഫ് ഐ. ഇനി എന്ത് ചെയ്യണം? സിഗ്മ എഫ് ഐ എന്താ? എഫ് ഐകൾ കൂട്ടുക. പഠനം കേട്ടോ. എഫ് ഐ എക്സ് ഐന്റെ സിഗ്മ എന്ന് പറഞ്ഞാൽ എഫ് ഐയും എക്സ് ഐയും ഗുണിക്കണം. അപ്പൊ അടുത്തൊരു കോളം ഇവിടെ വരണം. 1 2 3 കോളം. ക്വസ്റ്റ്യൻ 2 കോളം ഉണ്ടാവും. ആൻസർ ചെയ്യണമെങ്കിൽ ആ 2 കോളം കൂടാതെ മൂന്നാമതൊരു കോളം ഉണ്ടാക്കണം. അതിന്റെ പേരാണ് സിഗ്മ. അതിന്റെ പേരാണ് എഫ് ഐ എക്സ്. നമ്മളത് കുറിച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചു വന്നു. ഇങ്ങനെയാണ് ആൻസർ വരിക. മാർക്ക് ഉണ്ട്, അത് എക്സ് ഐ കൊടുക്കും. എണ്ണം എന്താണോ എണ്ണം അതിനെ നമ്മൾ എഫ് ഐ കൊടുക്കും. ഭാരമായിട്ട് ഉയരമായിട്ട് അതിന് നമുക്ക് എക്സ് ഐ കൊടുക്കാം, ഇതിന് എഫ് ഐ കൊടുക്കും. എഫ് ഐ എക്സ് ഐ എന്ന് പറഞ്ഞാൽ എഫ് ഐ ഇൻറ്റു എക്സ് ഐ. എഫ് ഐ എക്സ് ഐ വിളിച്ചു. ഇത് എക്സ് ഐ ആണ്, അതിന്റെ എഫ് ഐ തമ്മിൽ കുറിച്ച് 2 × 4 8. 5 × 5 25. 8 × 3 24. 10 × 5 5. 12 × 2 22. 15 × 1 15.
ഈ 8 എന്താണോ ഈ 4 വിദ്യാർത്ഥികളുടെയും 2 മാർക്ക് വീതം കൂട്ടിയാൽ 8 മാർക്ക്. ഇത് ഈ വിദ്യാർത്ഥികളുടെ ആകെ മാർക്ക്, ഈ വിദ്യാർത്ഥികളുടെ ആകെ മാർക്ക്, ഈ വിദ്യാർത്ഥികളുടെ ആകെ മാർക്ക്. അപ്പൊ ഇവരുടെ ആകെ മാർക്ക്, ഇവരുടെ ആകെ മാർക്ക്. അപ്പൊ ഇത് മൊത്തം കൂട്ടിയാൽ ആകെ മാർക്ക് എന്ന് പറഞ്ഞാൽ മാർക്കുകളുടെ തുക. ഇത് 4 കുട്ടികൾ, പിന്നെ എത്ര കുട്ടികൾ, പിന്നെ എത്ര കുട്ടികൾ, എത്ര കുട്ടികൾ, ഇതൊക്കെ കൂട്ടിയാൽ കുട്ടികളുടെ മൊത്തം എണ്ണം മാറും. അപ്പൊ FI ആണ് ഇവിടെ എങ്കിൽ താഴെ കൂട്ടിയാൽ നമുക്ക് ഇതിന്റെ പേര് സിഗ്മ FI. സിഗ്മ FI എന്ന് പറഞ്ഞാൽ FIയുടെ തുക. സിഗ്മ എന്ന് ഉപയോഗിക്കുന്ന സമ്മേഷൻ കൂട്ടാൻ ഉപയോഗിക്കും. അപ്പൊ ഇത് കൂട്ടിയത്ര 9 9 12 12 5 17 18 19 20 അല്ലെ 20. അപ്പൊ സിഗ്മ FI എത്രയാണ് 20 എന്ന് പറഞ്ഞാൽ മൊത്തം കുട്ടികളുടെ എണ്ണം. ഇത് മൊത്തം കൂട്ടുക. ഇവിടെ എന്താ പേര് FIXI എന്നല്ലേ, FIXI എന്നല്ലേ ഇതിന്റെ പേര്. എങ്കിൽ അത് കൂട്ടിയാൽ കിട്ടുന്നതിന്റെ പേര് സിഗ്മ FIXI. ഇത് കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാ നോക്കുക, അതിന്റെ പേരാണ് 8 5 13 13 ഒരു 8 13 8 21 അല്ലെ 21 5 26 6 ഇഷ്ടം 2. ആ 2 3 5 10 12 14 146. ഇവരുടെ തുക 146, ഇവരുടെ തുക 20. ഇവരുടെ തുക കാണേണ്ട ആവശ്യമില്ല. ഇത് XI ആണ്, സിഗ്മ XI ആണ് കൂട്ടിയാൽ കിട്ടുക. അത് നമുക്ക് കാണേണ്ടതില്ല. കാരണം നമ്മളെ മാധ്യമങ്ങളുടെ ഇക്വേഷൻ എന്താ, മാധ്യം X ബാറുകളുടെ ഇക്വേഷൻ എന്താ, സിഗ്മ FIXI ബൈ സിഗ്മ FI അല്ലേ. അപ്പോ ഇതിന്റെ സമ്മ് സിഗ്മ FIXI എന്ന് പറഞ്ഞാൽ FIXI എന്ന കോളം കൂട്ടിയത്, സിഗ്മ FI എന്ന് പറഞ്ഞാൽ FI എന്ന കോളം കൂട്ടിയത്. സിഗ്മ ഇവിടെ FI ഇല്ലെങ്കിൽ എന്താ വയ്ക്കാം, സിഗ്മ XI. അങ്ങനെയാണെങ്കിൽ XI നമ്മൾ കൂട്ടും. അങ്ങനെയല്ല ഇക്വേഷൻ. അപ്പൊ പറയുക സമം FIX ഇതിന്റെ 146/20 146/20 146 20 ഹരിക്കണം. 146/20 ഹരിക്കണം എളുപ്പമാണ്. 0 ഇവിടെ ഉണ്ട്, ഇവിടെ അല്ല. 10 കൊണ്ടാണ് സുഖം അല്ലെ. ഒരു കാര്യം എളുപ്പം പറയാം, ഇതും ഇരട്ട സംഖ്യയാണ്, ഇതും ഇരട്ട സംഖ്യയാണ്. രണ്ടും ഇരട്ട സംഖ്യ ആണെങ്കിൽ 2 പേരുടെയും പകുതി എടുക്കാം. 146 പകുതി എത്ര, 14 7 6 3 7 73 അല്ലെ ബൈ ഇതിന്റെ പകുതിയോ 10. 73/10 എത്ര, ഒരു സംഖ്യനെ 10 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ 73 10 കൊണ്ട് ഹരിക്കാൻ ചെയ്യാം. 73 ഒരു സ്ഥാനം മാറി പോയിട്ടാ മതി. 7.3. ഇതാണ് മാർക്കുകളുടെ മാറ്റം. അടുത്ത ക്വസ്റ്റ്യൻ, തൊഴിലാളികളുടെ ആഴ്ച വേതനം, തൊഴിലാളികളുടെ എണ്ണം. ഓക്കെ, ഏതെങ്കിലും ഒരു കമ്പനിയിലെ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ആഴ്ചയിൽ കിട്ടുന്ന കൂലിയുമായി ബന്ധപ്പെട്ട ടേബിളാണ്. ഇത് രൂപയാണ്. 900 രൂപ കിട്ടുന്ന 12 പേരുണ്ട്. 1000 രൂപ ആഴ്ചയിൽ കിട്ടുന്ന 13 പേരുണ്ട്. 1200 ആഴ്ചയിൽ കിട്ടുന്ന 14 പേര്. അങ്ങനെ പോന്നിട്ട് 1500 കിട്ടുന്ന എത്ര ആളുണ്ട്, 5 പേര്. ആഴ്ചയിലെ വേതനത്തിന്റെ മാധ്യമാണ് കണക്ക്. 900 കിട്ടുന്ന 12 ആളുണ്ടെങ്കിൽ ആ 12 പേരുടെയും മാത്രം വേതനം ആലോചിച്ചാ 900 × 12 അത്ര വരും രൂപ വരും അല്ലെ. മൊത്തം തുക എന്ന് പറഞ്ഞാൽ ഇത് ഗുണിക്കണം. ഇതാണ് നമ്മുടെ XI, എണ്ണ വരുന്നത് FI കേട്ടോ. ഇത് XI FI ഗുണിച്ച് എഴുതണം. എന്നിട്ട് ഈ കോളങ്ങൾ രണ്ടും കൂട്ടണം. തുടങ്ങണം. ഓക്കെ, ടേബിൾ റെഡി. ഇതിന് XI കൊടുത്തു, FI കൊടുത്തു. XI ഗുണം FI അല്ലെങ്കിൽ FI ഗുണം XI ഗുണിക്കണം. 900 × 12 ആണ്. 0 ഒഴിവാക്കി ഗുണിക്കുക എളുപ്പം. 9 ഉം 12 ഗുണിക്കുക. 9 × 12 90 18 90 18 108 ആണ്. ഇതാണ് 9 ഉം 12 ഗുണിച്ചത്. ഇനി 2 എക്സ്ട്രാ 0 അതുപോലെ ഇട്ടു. ഓക്കെ, 1000 × 13 0 ഒഴിവാക്കാം. 3 0 ആണെന്നോട്ടെ. 1 13 ഗുണിച്ചാൽ 13. എന്നിട്ട് 3 0. അപ്പൊ ഓർഡർ ചെയ്താ 13,000. ഓക്കെ, 1200 × 14 2 0 ആണെന്നോട്ടെ. 11 14 ഗുണിക്കാം. 2 0 ഇവിടെ ഇട്ട് കൊടുക്കട്ടെ. അതാ കൊടുക്കും. 11 × 14 11 14 ഗുണിച്ചാല് 154. അത് ഇവിടെ കൊടുക്കും. 13 ഉം 12 ഗുണിക്കാം. 13 × 12 156. 2 0. 13 × 12 അല്ലെങ്കിൽ 12 × 12 12 12 ഗുണിക്കുകയാണെങ്കിൽ 144. പിന്നെ അതിക്ക് ഒരു 12 കൂടി 13 12 12 12 144 184 286. ഓക്കെ, എന്നിട്ട്
2 പൂജ്യം. ഇവിടെ 2 പൂജ്യമാണ്, അത് കിട്ടും. കുടിച്ചു നോക്കിയാൽ കിട്ടും. 13 × 12 ഇതാ ഇവിടെ വന്നു തന്നെയാണ്. 186-ന് 2 പൂജ്യം. ഓക്കെ. 14 × 11 2 പൂജ്യം ആദ്യം കൊടുക്കും. 14 11 ഗുണിച്ചാൽ വരുന്നത് 154. ഇനി 15 5 ഗുണിച്ച 75. 75 2 പൂജ്യം. അപ്പൊ 2 പൂജ്യം ഇട്ടു 75 ഇതാ ഇവിടെ 4 ഉള്ളൂ, 5. ഇനി ഇത് മൊത്തം കൂട്ടാം. 10 20 30 40 50 60 65 66 70 75 80 80 തൊഴിലാളികളാണ് കൂട്ടാണ്. ഇങ്ങനെ കൂട്ടിയത് അവിടെ 0, പിന്നെയും അടുത്ത 2 പൂജ്യം വരുന്നതാ 8 4 ഇതാ ഇത് 10 10 × 18 28 33 3 ഇഷ്ടം 3 ആ 3 7 10 20 30 33 3 ഇഷ്ടം 3 3 4 5 6 7 8 9 ഇതാ 93,300. ഇത് 80. ഇവർ തമ്മില് ഹരിച്ചാൽ കിട്ടും മാധ്യമം. മാധ്യമം കാണും. മാധ്യം എക്സ് ബാർ ആണ് സൂത്രാക്കിയത സിഗ്മ എക്സ് ഐ എഫ് ഐ അല്ലെങ്കിൽ എഫ് ഐ എക്സ് ഇതാ ബൈ സിഗ്മ എഫ് ഐ. 93,300 ബൈ 80. ഒരു പൂജ്യം പറ്റും. എന്നാലും 93 30 ഉണ്ട് ബൈ 8. എന്തായാലും ഹരിച്ചു നോക്കാം. ഇതാ ഹരിക്കണം. 9 എത്ര 8 1 8 8 ബാക്കി 1 അല്ലേ. ഇനി 3 13 എത്ര 8 ഒന്നേ ഉള്ളൂ 8 8 ബാക്കി ഇവിടെ 5. ഇനി 3 53 എത്ര 8 8 64 8 7 8 7 56 7 6 അല്ലേ 6 8 48 ബാക്കി 5. ഇനി 0 എത്ര 8 I 8 6 8 48 6 8 48 ബാക്കി 2 അല്ലേ. 0 ഇടാ പോയിന്റ് ഇടാം. 20 എത്ര 2 8 16 ബാക്കി 4 0 4 എത്ര കറക്റ്റ് 40 കറക്റ്റ് 5 അവസാനിച്ചു 40 0. ഓക്കെ. അപ്പൊ ആൻസർ ആദ്യം എത്ര എഴുതാ 1166.25 1166 രൂപ 25 പൈസ. ഇതാണ് ഒരു തൊഴിലാളിക്ക് ഒരു ആഴ്ചയിൽ കിട്ടുന്ന ഏകദേശ വരുമാനം. ഏകദേശ ആഴ്ചയിലെ വേതനമാണ്. ഓക്കെ ഓക്കെ. ഇതാ അടുത്ത സെക്ഷൻ മാധ്യം കാണാൻ തന്നെയാണ്. നമ്മൾ മാധ്യമങ്ങളാണ് ആദ്യം പഠിച്ചത് സിഗ്മ എക്സ് ഐ ബൈ എൻ. കുറെ സംഖ്യ തന്ന കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഇരിക്കുക സിമ്പിളാണ്. പിന്നെ നമ്മൾ പറഞ്ഞു സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ സിഗ്മ എഫ് ഐ ഗ്രൂപ്പുകളാക്കാം. എഫ് ഐ എക്സ് ഐ തമ്മിൽ കുടിച്ചിട്ട് കൂട്ടിയിട്ട് തമ്മിൽ ഹരിക്കും അല്ലെ. ഇനി ഗ്രൂപ്പുകളാക്കിയ ഡാറ്റയുടെ മാധ്യമമാണ്. എങ്ങനെയാണ് ഗ്രൂപ്പ് ആക്കുന്നത്? ഗ്രൂപ്പ് 0-നും 10-നും ഇടയിൽ മാർക്ക് കിട്ടിയ 12 വിദ്യാർത്ഥികൾ, 10-നും 20-നും ഇടയിൽ മാർക്ക് കിട്ടിയ 15 ആണ്, 20-നും 30-നും ഇടയിൽ മാർക്ക് കിട്ടിയ 25 ആണ്, 30-നും 40-നും ഇടയിൽ മാർക്ക് കിട്ടിയ 25 ആണ്, 40-നും 50-നും 17 ആണ്, 50-നും 60-നും ഇടയിൽ മാർക്ക് കിട്ടിയ 6 ആണ്. ഇതാണ് ഗ്രൂപ്പ് ആക്കിയത്. നേരത്തെ നമ്മൾ പറയും ഇങ്ങനെയാണ് 5 മാർക്ക് കിട്ടിയ 3 ആള്, 9 മാർക്ക് കിട്ടിയ 2 ആള്, 16 മാർക്ക് കിട്ടിയ 8 ആള്, 21 മാർക്ക് കിട്ടിയ 4 ആള്, 30 മാർക്ക് കിട്ടിയ 3 ആള്. ഇത് മാർക്ക് വിദ്യാർത്ഥികളുടെ എണ്ണം ആക്കുക, ഇതും വിദ്യാർത്ഥികളുടെ എണ്ണം മാക്കുക. ഇതാണ് ഗ്രൂപ്പ് ആക്കിയത്. ഗ്രൂപ്പ് ആക്കുക. ഇതും തമ്മിലെ വ്യത്യാസം എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് എക്സ് ഐ ഡയറക്റ്റ് കാണാം. ഈ മാർക്കാണ് എക്സ് ഐ, ഇവിടെ എണ്ണം എഫ് ഐ ആണ്. ഇവിടെ എണ്ണം റെഡിയാണ്, എഫ് ഐ റെഡിയാണ്. പക്ഷേ ഇവർ തമ്മിൽ കുടിക്കണ മാതിരി ഈ 12 കുടിക്കണം. ഇവിടെ ഏതാ ഇത് 0 to 10 ആണ്. 0 മുതൽ 10 വരെ മാർക്ക് കിട്ടിയ 12 ആളുകളാണ്. ആ 12 ആളെ മാർക്കും ഏതിനിടയിലാണ്? 0-നും 10-നും ഇടയിലാണ്. 15 വിദ്യാർത്ഥികളുടെ മാർക്കിന്റെ പ്രത്യേകത 20 to 20 ആണ്. ഈ 10 to 20 മാർക്ക് കിട്ടിയ ആൾക്കാർ എത്ര ഉണ്ട്? 15 ആണ്. ഇത് നമുക്ക് മാറ്റം ചെയ്യണം. 5 മാർക്ക് കിട്ടിയ 3 ആണ്. ഈ 3 ആളും മാർക്കും എത്രയാണ്? കറക്റ്റ് 5 ആണ്. 3 മാർക്ക് കിട്ടിയവർ എണീറ്റ് നിൽക്കാൻ പറഞ്ഞാൽ എത്ര പേര് എണീറ്റിക്കും? സോറി 5 മാർക്ക് കിട്ടിയവർ എണീറ്റിക്കാൻ പറഞ്ഞാൽ എത്ര പേര് എണീറ്റിക്കും? 3 ആള്.
21 മാർക്ക് കിട്ടിയവരെ എണീക്കുക. എത്ര ആൾ എണീക്കും? 4 ആൾ. ആ 4 ആളെ മാർക്കും എത്ര? 21 വീതം. 30 മാർക്ക് കിട്ടിയവരെ എണീക്കുക. എത്ര ആൾ എണീക്കും? 3 ആൾ. ആ 3 ആളെ മാർക്ക് 30 30 30 വ്യക്തമായി പറയാൻ പറ്റും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. 0-നും 10-നും ഇടയിൽ മാർക്ക് കിട്ടിയവർ എണീറ്റ് നിൽക്കാൻ പറഞ്ഞാൽ എത്ര പേര് എണീറ്റിരിക്കുന്നു? 12 പേര് എണീറ്റിരിക്കുന്നു. ഈ 12 പേരിലും ഒരാളുടെ മാർക്ക് പോലും നമുക്ക് വ്യക്തമായിട്ട് കൃത്യമായി പറയാൻ പറ്റും. 0-ന്റെയും 10-ന്റെ ഇടയിലാണ്. 0 ഉണ്ടാവും, 1 2 3 4 5 6 7 8 9 അരകളൊക്കെ വരും. അതൊക്കെ 10 മാർക്ക് കിട്ടിയതിനല്ല, 10 ഇവിടെ ഇതിലല്ല വരിക. അപ്പോ ഈ 12 ആളെ മാർക്ക് ഒരാളുടെ മാർക്ക് പോലും വ്യക്തമായി പറയാൻ പറ്റും. 30-നും 40-നും ഇടയിൽ മാർക്ക് കിട്ടി വേണ്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ 25 ആളുണ്ട്. ഒറ്റ ആളുടെ മാർക്ക് പോലും കൃത്യമായി പറയാൻ പറ്റില്ല. പറയാം 30-ന്റെയും 40-ന്റെയും അടിയിലാണത്. പക്ഷെ എത്ര? 31 ഉണ്ടോ? 40 35 ആണെന്ന് പറയുന്നത്. ചിലപ്പോൾ 36-ന് മാർക്ക് കിട്ടുക ആരും ഉണ്ടാവില്ല. അപ്പൊ ഇവരുടെ മാർക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. ഇവരെ മാർക്ക് പറയാം. 21 മാർക്ക് കിട്ടി എത്ര ആണ്? 4 ആള്. ആ 4 ആളുടെ മാർക്കും എത്രയാണ്? 21 ആണ്. വ്യക്തമായി പറയാം. അതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം. രണ്ടിലും സൂത്രവാക്യം ഒന്ന് തന്നെയാണ്. എങ്ങനെ മാറ്റി കാണാം? x ബാർ സമം സിഗ്മ fi xi ബൈ സിഗ്മ f. അല്ലേ? സിഗ്മ fi ഇതാ fi കൾ കൂട്ടിയാൽ fi xi എങ്ങനെ വിളിക്കാം? fi xi വിളിക്കാം. അതിന് fi റെഡിയാണ്, xi ഇല്ല ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ആദ്യം xi ഉണ്ടാക്കും. ഇത്തരം കേസുകളിൽ xi ഏതാണെന്ന് വെച്ചാൽ 0-നും 10-നും ഇടയിലുള്ള മാർക്കിന്റെ 12. ഈ 0-10-ന്റെ നാട് കൊടുക്കും. 0-10-ന്റെ നാട് വരില്ല 5 അല്ലേ? 0-10 5 അല്ലേ? വേണ്ടേ? ഈ 0-10 കൂട്ടിയിട്ട് പകുതിട്ടാ മതി. നാട് കാണാം. 0-10 കൂട്ടിയിട്ട് 10. അതിന്റെ പകുതി 5. അങ്ങനെയാണ്. 10-ന്റെ 20-ന്റെ നാട് ഏതാണ്? നിങ്ങൾക്ക് അറിയാൻ 15 ആണ്. ഇനി വേണ്ട 10-ന്റെ 20-ന്റെ നാട് വരണമെങ്കിൽ 10 മിനിമം കൂട്ടുക 30. ഇനി അതിന്റെ പകുതി കിട്ടുക രണ്ടോടെ വെച്ചാൽ. അപ്പൊ 40-ന്റെ 2-ന്റെ നാട് എങ്ങനെയാണ്? 40 കൂട്ടുക 90-ന്റെ പകുതി 45. അല്ലെങ്കിൽ 40-ന്റെ 5-ന്റെ നാട് 45 അല്ലേ? 50-ന്റെ 60-ന്റെ നാട് കൂട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. 50-ന്റെ 60-ന്റെ നാട് 55. അങ്ങനെ ഇവരുടെ നടുകളാണ് നമ്മളുടെ പുതിയ xi-കളായത്. ഇവിടെ ഡയറക്റ്റ് xi fi റെഡിയാണ്. ഇവിടെ അങ്ങനെയല്ല, fi റെഡിയാണ്, xi-കൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ കോളം കൂടാതെ സാധാരണ 2 കോളം ആയിട്ട് നമുക്ക് fi കൂടെ xi ചെയ്താൽ മതി. എന്നാൽ ഇവിടെ xi റെഡിയല്ല. അപ്പോ ഈ 2 കോളം കൂടാതെ xi എന്ന നടു എന്നൊരു കോളം ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് പിടിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ റെഡിയായി. ഇതിലൊന്നും തന്നത്. ഇതിനെ നമുക്ക് fi എന്ന് പേര് വിളിക്കാം. ഇതിന്റെ നടു കണ്ടുപിടിക്കാം. ആ നടുവാണ് നമ്മൾ xi. അതിന്റെ ക്ലാസ് മാർക്ക് പറഞ്ഞോ. 0-നും 10-ന്റെ നടു 5. അപ്പൊ അത് 5 ആണ്. 10-ന്റെ 20-ന്റെ നടു 15, 25, അടുത്ത 35, 45, 55. 55 വരെ നടു അല്ലെ? ഇനി ഈ രണ്ടെണ്ണം വിളിക്കാം. 12 × 5 അങ്ങനെ വിളിച്ചാൽ നമുക്ക് കോളം. ബാക്കിയൊക്കെ പഴയ വരുന്നത് fi-കളാണ്. fi-കളുടെ സിഗ്മ നമ്മൾ കാണണം. സിഗ്മ fi ഇവിടെ കിട്ടും. പിന്നെ നമുക്ക് ഇത് വേണ്ട. നമുക്ക് പിന്നെ സിഗ്മ fi x. ഇത് രണ്ടുമല്ലേ നമ്മുടെ സൂത്രവാക്യം. ഇതേ ഇതല്ലേ മാധ്യം. അപ്പൊ ഈ തുക കാണാൻ ഈ തുകയാണ്. ഈ തുകകൾ കാണേണ്ട ആവശ്യമില്ല കേട്ടോ. 12 × 5. 12 × 5 ആകുമ്പോ 60. വിളിച്ചു നോക്കിയാൽ 60 ആകും കേട്ടോ. 15 × 15 225. 25 × 25 625. 25 × 35 25 35 മുറിച്ചു 5 25 25 10 2 12 അല്ലേ? 3 5 15 2 2 6 7 5 875 കേട്ടോ. പിന്നെ 17 × 45 45 17 ഗുണിക്കുക 5 35 4 7 28 31. പിന്നെ 45 വരും. 5 6 7 765. 655. 650 നോക്കുക. എത്ര 650 വരുമ്പോ 50 100 150. 350 ആവുമ്പോ 150 ആയി. 650 ആവുമ്പോ 300 അല്ലേ? പിന്നെ 6 5 30. അപ്പൊ 300 30 300. ഇങ്ങനെയാണ് ഗുണിച്ച്. ഇനി നമ്മളത് കൂട്ടുകയാണ്. 5 10 15 20 അല്ലേ? 5 10 15 20 2 2
3 5 11 11 9 ഇതാ 20 28 കെട്ട് ഇഷ്ടം 2 ഇതൊരു 10 ആണ്. 2 തൊട്ട് 10 ആ 10 ഇതൊരു 10 20 28 അല്ലേ 20ഉം 8ഉം 20 2880 ഇത് കൂട്ടുക എന്താ 10 20 30 40 50 60 20 40 50 60 70 70ഉം 2 5 അപ്പൊ 80 ആയി 87 ആയി 87 90 93 100 അല്ലേ ഇത് 100 ഇത് 2880 ഇത് നമ്മൾ എന്ത് ചെയ്യാം ഇതിനെ കൊണ്ട് വെച്ച് നമുക്ക് മാറ്റിയായി ഓക്കെ മാധ്യമ എക്സ് ബാർ എങ്ങനെ കാണാം സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ സിഗ്മ എഫ് ഐ സമം അതാ 2880നെ 100 കൊണ്ട് ഹരിക്കും ഒരു 0 കിട്ടും 288 ബൈ 10 10 കൊണ്ട് ഹരിക്കുക എന്നാൽ എന്ത് ചെയ്താൽ മതി 280 ഒരു സ്ഥാനം മാറിപ്പോയിട്ടാ 28.8 ഇതാണ് മാർക്കിന്റെ മാർക്ക് പറയാ എങ്ങനെ ചെയ്യണം ഇത് ദിവസക്കൂലി ഇത് തൊഴിലാളികളുടെ എണ്ണം 150നും 160നും ഇടയിൽ കൂലി കിട്ടുന്ന 5 തൊഴിലാളികളുണ്ട് ദിവസത്തെ കൂലി ഉണ്ടാ 160 170 ഇടയിൽ കൂലി കിട്ടുന്ന 8 ആളുകളുണ്ട് അങ്ങനെ 190നും 200നും ഇടയിൽ ഒരു ദിവസം കൂലി കിട്ടുന്ന വേതനം കിട്ടുന്ന 2 ആളുകൾ ഇതിന്റെ ദിവസക്കൂലിയുടെ മാധ്യം കാണും ചെയ്യണം ഇത് നമുക്ക് റെഡിയാണ് ഇതിന് നിങ്ങൾ എഫ് ഐ കൊടുക്കും എങ്ങനെ എക്സൈ ഉണ്ടാക്കാം ഇതിന്റെ നാട് 150 160 നാട് ഏതാ 155 ഇതിന്റെ നാട് 160 170 ആണ് 165 175 185 195 അല്ലെ ഇത് നിങ്ങൾ എഫ് ഐ ഇത് നിങ്ങൾ എക്സൈ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ തമ്മിൽ കുളിക്കുക അല്ലെ ആ കോളമാണ് എഫ് ഐ എക്സ് ഇത് കുളിച്ച് ചെയ്താൽ ഇത് കുളിച്ച് ചെയ്താൽ ഇത് കുളിച്ച് ചെയ്താൽ എന്നിട്ട് എഫ് ഐ എന്ന കോളം കൂട്ടണം സിഗ്മ എഫ് ഇതിന് തുകയാണ് ഇതിന്റെ കാണേണ്ട ആവശ്യമില്ല ഇത് എഫ് ഐ എക്സ് ഐ കുളിച്ച് കിട്ടൂലേ ഇവിടെ കണ്ട കോളത്തിന്റെ ആൻസർ പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാം മാധ്യം തുക ബൈ എണ്ണം ഇതാ സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ സിഗ്മ ഈ ആൻസറിന്റെ ഈ ആൻസർ ഇത് ചെയ്യാം കേട്ടോ അതോടുകൂടി നമ്മള് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിന്റെ അടുത്ത സെക്ഷൻ നമ്മൾ തിരിച്ചു ഓക്കെ